ഹലോ, വെൽക്കം ടു എൻ്റെ പ്രയാണം. ഇന്ന് നമുക്കൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. പാലക്കാട് യാക്കരയിലുള്ള ഉദയ ആയുർവേദ റിസോർട്ടിലാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അച്ഛൻ്റെ റിലേറ്റീവിൻ്റെ മോൻ്റെ ആണ് കേട്ടോ എൻഗേജ്മെൻറ്റ്. അപ്പോൾ റിസോർട്ടിൽ പേര് പോലെ തന്നെ ആയുർവേദ തനിമയുള്ളതും കേരള തനിമയുള്ളതുമായിട്ടുള്ള കുറേ കാഴ്ചകളുണ്ടായിരുന്നു. കോട്ടേജ് പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനകത്തും കുറേ സെറ്റപ്പൊക്കെ ഉണ്ട്. ആ കോമ്പൗണ്ടും അടച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അകത്തുള്ള വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പുറത്തുനിന്ന് പറ്റുന്നത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. നമുക്കൊരു ഓഡിറ്റോറിയത്തിൽ വന്നതാണെന്നോ ഒരു ഓപ്പൺ സ്റ്റേജിലാണെന്നോ ഫംഗ്ഷന് വന്നതാണെന്നുള്ള ഫീലൊന്നും ആയിരുന്നില്ല. അവരുടെ റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത് കേട്ടോ. റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തും ഇവരിതുപോലെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇതവരുടെ റിസപ്ഷനാണേ. ഞാൻ അകത്ത് ചെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഗസ്റ്റാണെന്ന് തോന്നുന്നു, കുറച്ച് പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടുള്ളവരുടെയും നമ്മളെപ്പോലെ ഫംഗ്ഷൻ വന്നിട്ടുള്ളവരുടെയും അല്ലാത്തവരുടെ ആയിട്ടുള്ള കുറേ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ മരങ്ങളുണ്ട്. നല്ല തണലുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. കടലിൽ കുറേ മരങ്ങളും ഒരു പ്രത്യേക വൈബായിരുന്നു. അപ്പോൾ നമ്മളിതേ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്കെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഓപ്പൺ സ്റ്റേജ് ആയതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഹാളിലേക്കുള്ള എൻട്രി ഒന്നുമല്ല. എന്നാലും അവർ ഡെക്കറേഷൻ ചെയ്യുന്നവർ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇരിക്കാൻ പോകുന്ന പ്ലേസ് ഇങ്ങനെ റൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാലത്ത് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ശരിക്കും ഡെക്കറേഷൻസൊക്കെ വളരെ ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഡെക്കറേഷൻസ് ആയിരുന്നു. തീം അതുപോലെ ആയിരുന്നു. ഒരുപാട് ആഡംബരമായിട്ടുള്ള തോരണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വളരെ നല്ലതായിരുന്നു കേട്ടോ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ. നമുക്കൊരു പ്ലസൻറ്റ് സൂത്തിങ് ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് പ്ലേസ് തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണുന്നുണ്ട് കേട്ടോ. ആ കാണുന്നത് പൂളാണേ. അത് ക്ലോസ്ഡ് ആണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ അവിടെ പോയി നോക്കുന്നുണ്ട്. ചുറ്റിലും കയറ് കെട്ടിയിട്ടുണ്ട് സേഫ് ആക്കാൻ വേണ്ടിയിട്ട്. വെൽക്കം ഡ്രിങ്ക്സൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ വന്ന് വാങ്ങി കുടിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇരിക്കാൻ പോകുന്ന പ്ലേസിൻ്റെ അകം കേട്ടോ. ആ റൂഫിന് താഴേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വെൽക്കം ഡ്രിങ്ക് കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ അവർ നിശ്ചയത്തിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ബാക്ക് സ്റ്റേജിൽ പോകാമെന്ന് കരുതി. അവിടെ നോക്കിയപ്പോൾ യാക്കര പുഴയാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ പുഴയുടെ തീരത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ തന്നെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ യാക്കര പുഴയാണ്. കണ്ടോ, ഇവിടെ നിന്നുള്ള തണുത്ത കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു വൈബാണേ. എനിക്കിവിടെയുള്ള ഈ ലൈറ്റും അറേഞ്ച്മെൻറ്റ്സൊക്കെ കണ്ടപ്പോൾ ആദ്യം തോന്നിയത് എന്താ അറിയോ, പകലിനേക്കാളും ഇവിടെ രാത്രി ഫങ്ഷൻസ്, ഒരു ഈവനിങ് ഫങ്ഷൻസ്, ബർത്ത്ഡേ ഫങ്ഷൻസ് ഒക്കെ നടക്കില്ല, അല്ലെങ്കിൽ റിസപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫങ്ഷൻസ് ആയിരിക്കും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുകയെന്ന് തോന്നി. നമ്മളെപ്പോലെ കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ സൈഡ്സിലൊക്കെ ചെയേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെയേഴ്സ് മാത്രമല്ല, ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇരുന്ന് നമുക്ക് കാഴ്ചകൾ കാണാം. ഇതായിരുന്നു ഞാൻ പറഞ്ഞ പൂള്, നമ്മൾ നേരത്തെ കണ്ട പൂള്. പൂളിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഫങ്ഷൻസ് നടക്കുന്നത് കേട്ടോ. ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്തെങ്കിലും നമുക്കതൊന്നും ബോറിംഗ് ആയിട്ട് തോന്നിയില്ല. കാരണം ഇങ്ങനെ കാഴ്ചകൾ കുറേ ഉണ്ടായിരുന്നു കാണാൻ. ഇതാണ് സ്റ്റേജ്. നിറപ്പറ, തെങ്ങിൻ പൂക്കുല, നിലവിളക്ക്, പിന്നെ കൃഷ്ണൻ. നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. ആളുകളൊക്കെ നിറഞ്ഞു തുടങ്ങി കേട്ടോ. എല്ലാ സീറ്റും ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫുൾ സ്റ്റേജ് കേട്ടോ. കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലെങ്കിലും നല്ല ഭംഗിയും വൃത്തിയുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു കൽവിളക്ക് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി അവിടെയൊക്കെ കളിച്ച്. ഒരുപാട് നേരം സ്റ്റേജിൻ്റെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, പിള്ളേർക്ക് ബോറടിക്കില്ലേ. അപ്പോൾ അങ്ങനെ കുറേ നേരം നമ്മുടെ പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മോതിരമാറ്റമൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു.
അതിനുശേഷം കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ടിങ് നടക്കുമ്പോഴേക്കും തന്നെ വിശക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നോൺ വെജും വെജും സെപ്പറേറ്റ് സെഷൻസ് ഉണ്ടായിരുന്നു. വെജ് ഐറ്റംസ് ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ കഴിച്ചത് വെജായിരുന്നു. ഇത് എൻ്റെ കൂടെയുള്ള മേമയുടെ പ്ലേറ്റ് ആയിരുന്നു കേട്ടോ. ഗീ റൈസും കോളിഫ്ലവറും ആയിരുന്നു വെജ്. പിന്നെ ഇതിപ്പോൾ എല്ലായിടത്തും കാണുന്ന പോലത്തെ ഹെർബൽ ടീസ്, ഐസ്ക്രീം. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇഷ്ടംപോലെ സമയമുണ്ട്. കാരണം സ്റ്റേജിൽ ഫോട്ടോ സെഷൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മളെന്താ ചെയ്യുക, വീണ്ടും നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്ത് തന്നെ വന്നു. ആ പുഴയുടെ തീരത്ത് വന്നിരുന്നു. ഇപ്പോൾ അവിടെ തിരക്ക് കൂടിയിട്ടോ. കാരണം നട്ടുച്ചയായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ റൂഫിൻ്റെ താഴെ നല്ല ചൂടാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ താഴേക്ക് ഇറങ്ങാൻ ഇങ്ങനെ പടികളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ, സേഫ് ആണോ എന്ന് അറിയാത്തതുകൊണ്ട്. കണ്ടില്ലേ വെള്ളം വരുന്നതൊക്കെ. ശരിക്കും നല്ലൊരു വൈബാണ്. നമ്മൾ ചെറിയ ഫങ്ഷൻസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബർത്ത്ഡേ, ചെറിയ റിസപ്ഷൻസൊക്കെ ഇവിടെ നടത്തുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇവിടെ ആ സൈഡിലൊരു പ്രതിമയുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു സ്റ്റോൺ ബെഞ്ച് ഉണ്ടായിരുന്നു. നല്ല തണലുള്ളതുകൊണ്ട് ഞാനും എൻ്റെ കൂടെ വന്ന കുറേ റിലേറ്റീവ്സും കൂടെ ഞങ്ങൾ അവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. ശരി, എന്നാൽ ഇറങ്ങാമെന്ന് കരുതിയപ്പോഴാണ് കുട്ടികൾക്ക് നമ്മൾ എൻട്രൻസിലൊരു പാർക്ക് കണ്ടിരുന്നില്ലേ, ഒരു ചെറിയ പാർക്കുണ്ട് എൻട്രൻസിൽ. ഞാനത് ഫ്രണ്ടിൽ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിരുന്നോന്ന് ഓർമ്മയില്ല. ഇതാണ് ആ എൻട്രൻസിലുള്ള പാർക്ക്. അപ്പോൾ കുട്ടികൾ ഈ സ്ലൈഡിൽ മൂഞ്ഞാലൊക്കെ കുറച്ച് നേരം കളിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.